എൻ്റെ പേര് മീര പ്രദീപ് എന്നാണ്. ഞാൻ ട്രിവാൻഡ്രത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ എനിക്ക് ജപ്പാനിൽ പോകണം അങ്ങനെയൊന്നും അല്ലായിരുന്നു. പക്ഷേ ഇങ്ങനെ ജാപ്പനീസ് ലാംഗ്വേജ് അക്കാഡമിയുടെ ഫോമർ സ്റ്റുഡൻസിൻ്റെ റിവ്യൂവും അങ്ങനെ കുറേ വേർഡ് ഓഫ് മൗത്തൊക്കെ കേട്ടപ്പോൾ ആക്ച്വലി എനിക്ക് നല്ലതാണെന്ന് തോന്നി. എനിക്ക് നേരത്തെ കുറച്ച് പ്ലാനൊക്കെ ഡ്രോപ്പ് ഔട്ടായി പോയത് UK പോകണമൊക്കെ. അതൊക്കെ വളരെ വളരെ സാഡ് ഒരിതായിരുന്നു. അപ്പോഴാണ് ഞാൻ ജാപ്പനീസ് ലാംഗ്വേജ് അക്കാഡമിയെക്കുറിച്ച് കേൾക്കുന്നത്. അങ്ങനെ സുബിൻ സെൻസൈനെ വിളിച്ച് സംസാരിച്ചു. പുള്ളിക്കാരൻ ഇങ്ങനെ നമ്മളെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. എല്ലാം ഒന്നും ബെഡ് ഓഫ് റോസസ് ഒന്നും അല്ലായിരുന്നു. മീൻസ് എല്ലാം ഈസി ആണെന്ന് പുള്ളി ഒരിക്കലും ഞങ്ങളോട് പറഞ്ഞിട്ടേ ഇല്ല. എല്ലാത്തിനും അതിൻ്റേതായ കറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് തന്നെയാണ് തന്നത്. ഒരു ഈസിയാണ് നിങ്ങളിപ്പോൾ അങ്ങ് ജപ്പാനിൽ പോകും അങ്ങനെയൊന്നും ഒരു ഫോൾസ് ഹോപ്പും പുള്ളി പറഞ്ഞില്ല. പുള്ളി എല്ലാം ഇങ്ങനെയൊക്കെ നടക്കത്തുള്ളൂ, എല്ലാത്തിനും അതിൻ്റേതായ പാടുണ്ട്, നിങ്ങൾ ഞങ്ങളോട് കോപ്പറേറ്റ് ചെയ്യുവാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ജപ്പാനിൽ പോകാൻ പറ്റും, നല്ലൊരിത് കിട്ടും. അങ്ങനെയാണ് ജേണി തുടങ്ങുന്നതന്നെ. പിന്നെ ഇപ്പോൾ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ സെറ്റായി, ഞങ്ങൾ ഏറെക്കുറെ പോവാറായി. ഇപ്പോൾ അടുത്ത് തന്നെ ഡിപ്പാർട്ട് ചെയ്യുന്ന കുറച്ച് സ്റ്റുഡൻസാണ് അടുത്ത് ഡിപ്പാർട്ട് ചെയ്യുന്നത്. പിന്നെ അവിടെ സെൻസേ പറഞ്ഞിട്ടുണ്ട്, ഇനി അവിടെ ചെന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഞങ്ങളോട് ചോദിക്കണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്താലും ഞങ്ങൾ ഉണ്ടാവും അങ്ങനെയൊക്കെ പറഞ്ഞ് ആ ഒരു കോൺഫിഡൻസിലാണ്. പേരൻസിന് ഇത് തന്നെയാണ് കോൺഫിഡൻസ്. ജയലയുടെ ഈ ഒരു അപ്രോച്ച് മീൻസ് അവരെപ്പോൾ ഞങ്ങൾ വിളിച്ചാലും അപ്പോൾ കിട്ടിയില്ലെങ്കിൽ ഉടനെ അവർ തിരിച്ച് വിളിക്കുക, അല്ലെങ്കിൽ മെസ്സേജ് ഇട്ടാൽ എന്ത് ഡൗട്ട് ചോദിച്ചാലും അതിൻ്റേതായ രീതിക്കുള്ള റിപ്ലൈ തരിക. ആ ഒരു കോൺഫിഡൻസ് തന്നെയാണ് പേരൻസിൻ്റെയും ധൈര്യം എന്ന് പറയുന്നത്.